ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ലണ്ടനിലത്തെ എൻ്റെ ഇന്നൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ബ്രിട്ടീഷ് നാഷണൽ ഗാലറിയുടെ മുമ്പിലാണ്. ബ്രിട്ടീഷ് നാഷണൽ ഗാലറിയിൽ ഓൾ പെയിൻറ്റിങ്സ്, ക്രാഫ്റ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ബ്രിട്ടീഷ് ഗാലറിയിലുള്ളത്. ഇറ്റ്സ് എ വെരി നൈസ് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഫേമസ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട കുറേ പ്ലേസുകളാണ്. ഇത് ഹാരി പോട്ടർ ഷോപ്പാണ്. ഹാരി പോട്ടറിൻ്റെ എല്ലാ ഐറ്റംസൊക്കെ കിട്ടുന്ന, മാജിക്കൽ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പാണിത്. ഇതും ഈ പറഞ്ഞ മാതിരി നല്ല ഷോപ്പാണ്, നല്ല ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് ഓഫീസാണ്, ലണ്ടനിലത്തെ ക്യാബിനറ്റ് ഓഫീസാണ് ഇത്. ഇതാണ് ഇവിടുത്തെ ക്യാബിനറ്റ് ഓഫീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂവ് ഓൺ ടു ദിസ് വൺ, വുമൺ ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. വുമൺ ഓഫ് വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അവർക്ക് വേണ്ടിയിട്ടുള്ള മോണുമെൻറ്റ്സ് ആണിത്. അതിൽ കുറേ ലേഡീസ് ഇതിൽ വിമൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഡ്രൗണിങ് സ്ട്രീറ്റിൽ ഇത് ഋഷി സുനക്കിൻ്റെ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഋഷി സുനക്കിൻ്റെ വീടാണിത്. നമുക്കറിയാലോ, നാരായൺ മൂർത്തിയുടെ സണ്ണിൻലോ. സോ ഇതാണ് കസ്റ്റംസ് ഓഫീസ്. സോ കസ്റ്റം ഓഫീസാണിത്. അത് വെസ്റ്റ് മിനിസ്റ്റർ ആബയുടെ തൊട്ടടുത്താണ് ഈ കസ്റ്റംസ് ഓഫീസുള്ളത്. ഇപ്പം നമ്മൾ പോയോണ്ടിരിക്കണത്, നമ്മൾ പോയോണ്ടിരിക്കുന്നത് വെസ്റ്റ് മിനിസ്റ്റർ ആബയാണ്. സോ വെസ്റ്റ് മിനിസ്റ്റർ ആബേനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ റോയൽ വെഡ്ഡിങ്സും അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള അവരുടെ എല്ലാ സെറിമണികളും നടക്കുന്ന സ്ഥലമാണ് വെസ്റ്റ് മിനിസ്റ്റർ ആബേ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജും ലണ്ടൻ ഐയും ആണ്. ഇതാണ് ലണ്ടൻ ഐ. ഞാൻ നിൽക്കുന്ന പ്ലേസാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഇവിടെ ഒരു ലോക്ക് കാണാൻ പറ്റും. ഇത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ലണ്ടൻ ഐയുടെ തൊട്ടടുത്ത് ലണ്ടൻ ബ്രിഡ്ജിലാണ് ഈ ലോക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിഷൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യണം വെച്ചാൽ അങ്ങനെ ഒരു ലോക്ക് ഇട്ടാൽ അത് ഫുൾഫിൽ ചെയ്യാമെന്നാണ് പറയണത് കേട്ടോ, അറിയില്ല. അപ്പോൾ ഇതാണ് കുറച്ചൊരു ലണ്ടൻ ഐയുടെ ഒരു ഫാർ ലുക്കാണിത്. പിന്നെ നമുക്ക് ഹിപ്പ് ഹോപ്പ് ബസ്, ഈ ബസ്സിലൊക്കെ നമുക്ക് ഫുൾ സിറ്റി ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഈ ബസ്സിൽ കയറിയാൽ മതി. അടുത്തടുത്ത ഇത് ഇമ്പോർട്ടൻറ്റ് പ്ലേസസിലൊക്കെ കൊണ്ടുപോയിട്ട് നിർത്തും. അവിടെ ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് കാണേണ്ട പ്ലേസൊക്കെ കാണാം, അതിൻ്റെ ഉള്ളിൽ പോണച്ചാൽ പോവാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ബസ് പിടിക്കാം. നമ്മൾ സെയിം ബസ്സിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അതേ നമ്പറുള്ള ബസ്സുകൾ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ബസ് പിടിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്ന ലണ്ടൻ ടവർ ബ്രിഡ്ജിലേക്കാണ്. സോ ടവർ ബ്രിഡ്ജ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇതൊക്കെ ഒരു എന്താ പറയുക, കുറച്ചൊരു സറൗണ്ടിങ്സിലാണ് ഈ എല്ലാ ബിൽഡിങ്സും സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ചും ലണ്ടനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്സിൻ്റെ ഒരു കളി തന്നെയാണ്. സോ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബിൽഡിങ്സും ടവറുകളും ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതുകൂടാണ്ട് ഇതാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ്. സോ ടവർ ബ്രിഡ്ജിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ലണ്ടൻ ടവർ. അപ്പോൾ ഇത് ഒക്കെ കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. നമ്മൾ ലണ്ടനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണേണ്ട ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഒക്കെയാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിരിക്കണത്. ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സറൗണ്ടിങ്സിൽ തന്നെ കുറേ നൈസ് റെസ്റ്റോറൻറ്റുകളുണ്ട്. റെസ്റ്റോറൻറ്റ്സ് മാത്രമുള്ള ഒരു പ്ലേസാണ് ഇവിടെ. ഈ റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. സിറിയൻ, ഇറ്റാലിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഇതിൻ്റെയും റെസ്റ്റോറൻറ്റുകളും പിന്നെ അതേമാതിരി ഷോപ്പിംഗ് മോൾസ്. സോ കുറച്ചൊക്കെ ചീപ്പായിട്ടൊക്കെ കിട്ടണം. ചീപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കമ്പാരിറ്റീവ്ലി പൗണ്ട്സും റുപ്പീസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ജാസ്തിയായിട്ടാണ് എപ്പോഴും തോന്നുക. അവർക്ക് 2 പൗണ്ട്സ് പറയുമ്പോൾ നമുക്ക് 208 റുപ്പീസ് ആവും. അപ്പോൾ നമുക്ക് അത് അത്ര വലിയ ചീപ്പായിട്ട് തോന്നില്ല. അവർക്ക് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, 2 പൗണ്ട്സ് അല്ലേ ഉള്ളൂ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് അത്ര ചീപ്പല്ല. ലണ്ടൻ കുറച്ച് എക്സ്പെൻസീവ് സിറ്റി തന്നെയാണ്. ഷോപ്പിങ്ങിനായാലും അല്ലെങ്കിൽ ഫുഡായാലും ഒക്കെ കുറച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാശ് കുറച്ച്
ചീപ്പായ കാരണം കൊണ്ട് കുറച്ച് എക്സ്പെൻസ് തന്നെയാണ്. പക്ഷെ നമ്മൾ കണ്ടിരിക്കേണ്ട സിറ്റി അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, ചീപ്പായിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയ മാർക്കറ്റുകളും കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്ന മാർക്കറ്റുകളും ഉണ്ട്. പൗണ്ട്സ് ലാൻഡിൻ്റെയൊക്കെ മാതിരിയുള്ള പൗണ്ട്സ് ലാൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും £1 ഇത്ര ഏതെങ്കിലും സെലക്റ്റീവ് ഐറ്റംസ് ഉണ്ടാവും, അതൊക്കെ വാങ്ങാം. അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. ഇതൊക്കെ അവിടുത്തെ മെയിൻ ബിൽഡിങ്ങുകളും സ്ട്രീറ്റും ഒക്കെയാണിത്. സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഇത് മെയിൻ റോഡിൽ കൂടെ ഒരു വ്യൂ ആണിത്. സോ മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബിൽഡിങ്സ്. സോ വെസ്റ്റ് മിനിസ്റ്റർ അബേയിലാണ് ബ്രിട്ടീഷിൻ്റെ